ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 27-ാം ദിനം. എല്ലാ വർഷവും യഹൂദന് ശബത്ത് വർഷമാണ്. ഭൂമിക്കും മനുഷ്യനും പരിപൂർണ വിശ്രമത്തിൻ്റെ വർഷമാണത്. ഈ വർഷത്തിൽ നിലം വിതയ്ക്കുകയില്ല, മുന്തിരിയുടെ തണ്ട് മുറിക്കുകയില്ല. താനെ വിളയുന്നത് മാത്രമാണ് അവരുടെ ആ വർഷത്തെ ആഹാരം. ശബത്ത് വർഷം വിമോചനത്തിൻ്റെ വർഷമാണ്. കൂട്ടുകാരനോ സഹോദരനോ നൽകുവാനുള്ളത് ഇളച്ചു കൊടുക്കേണ്ട വർഷം. അങ്ങനെയുള്ള 7 ശബത്ത് വർഷങ്ങൾ കഴിഞ്ഞുള്ള വർഷം, അതായത് 50-ാം വർഷമാണ് ജൂബിലി വർഷം. ദേശത്തെല്ലാം കാഹളം ധ്വനിപ്പിച്ച് ജൂബിലി വർഷം അവർ ആഘോഷിക്കും. 50-ാം വർഷമായ യോബേൽ സംവത്സരത്തിൽ സകല ജനത്തിനും സ്വാതന്ത്ര്യമുണ്ടാകും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, യഹൂദൻ ശബത്ത് വർഷമോ ജൂബിലി വർഷമോ ആദരിച്ചില്ല. ദൈവത്തിൻ്റെ കൽപ്പനയായ ഈ ശാബത്ത് അനുസരിക്കുവാൻ അവരുടെ അവിശ്വാസവും മത്സരവും അനുവദിച്ചില്ല. അതിനാൽ ദൈവം തൻ്റെ പ്രസാദവർഷം മാനവജാതിക്ക് സൗജന്യമായി നൽകി. മനുഷ്യനെ എന്നേക്കുമായി പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടം പാപക്കടമായിരുന്നു. നമ്മുടെ സകല സമ്പത്തും കൂട്ടിവെച്ചാലും വീട്ടുവാൻ കഴിയാത്തതായിരുന്നു പാപക്കടം. എന്നാൽ യേശു തൻ്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ പാപത്തിൻ്റെ കടം തൻ്റെ രക്തം ചൊരിഞ്ഞ് വീട്ടി. നമ്മുടെ ജീവിതം പുതുതായി തുടങ്ങുവാൻ, കടമില്ലാതെ തുടങ്ങുവാൻ വഴി തുറന്നു തന്നു. പാപത്തിനുള്ള പരിഹാരം യേശുവിലൂടെ ലഭിക്കുന്നു. യേശുവിൽ വന്നാൽ സകല പാപശിക്ഷാവിധികളും ഇല്ലാതാകും. ഇന്നു തന്നെ പറുദീസായുടെ അനുഭവങ്ങളിൽ വസിക്കുവാനുള്ള അവസരമായി ഈ ജീവിതത്തെ നാം കാണണം. യേശു എന്ന വീണ്ടെടുപ്പുകാരൻ നമ്മെ ദിനം തോറും വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കടമെല്ലാം വീട്ടുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. നിനക്കൊരു പുതുജീവൻ നൽകുവാൻ, ശത്രു നിന്നിൽ നിന്നും കൊണ്ടുപോയതെല്ലാം തിരികെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കണ്ണുനീരോടെ നാം വിതച്ചതിൻ്റെ ഫലം നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. എബ്രായർ 4:11. അതുകൊണ്ട് ആരും അനുസരണക്കേടിനാലും അവിശ്വാസത്താലും വീണു പോകാതെ നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.